പണ്ട് കാവുമ്പുഴ എന്ന സ്ഥലത്ത് ഒരു ബ്രഹ്മചാരി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അയാൾ സദസ്സ് ചെയ്യാൻ വേണ്ടി കണ്ണും പൂട്ടിച്ചിരിക്കായിരുന്നു. അപ്പോൾ ഒരു സദസ്സിനുള്ള സ്വർഗങ്ങളൊക്കെ പഴവർഗ്ഗങ്ങളൊക്കെ പറിച്ചു ഭക്ഷിച്ച് കഴിഞ്ഞ് ഒരു തപസ്സിനുള്ള വീർപ്പാപ്പ് കൊണ്ട് തുടങ്ങുകയായിരുന്നു. അപ്പോഴത്തേക്കും അവർക്കൊരു വിളി വന്നു. അവർക്ക് അന്നത്തെ കാലത്ത് ഫോണില്ലായിരുന്നു. അപ്പോൾ അവർക്കൊരു വിളി വന്നു ബ്രഹ്മചാരിക്ക്. ബ്രഹ്മരാജി ഫോൺ എടുത്ത് വിളിക്കുന്നു. അദ്ദേഹത്തിന് ഫോൺ വിളിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് ഈ ഒരു വടിയായിരുന്നു. ഈ വടി കൊണ്ടാണ് അദ്ദേഹം എപ്പോഴും ഫോൺ വിളിക്കാറുള്ളത്. അപ്പം അന്നത്തെ കാലത്ത് നിയമപാലകർ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ടിപ്പു സുൽത്താൻ എന്ന ഒരു രാജാവ് ഒരു അന്യായസേന തീരുമാനിച്ചു. അതെങ്ങനെയും നശിപ്പിക്കണമെന്നാണ് ഈ മന്ത്രവാദി ഹഡൂലോ ഖുഡൂലോ ആലോചിക്കുന്നത്. ഇനി ടിപ്പു സുൽത്താൻ്റെ ഭരണഘടന നോക്കാം. ഇതാ നമ്മളെ മുന്നിൽ നിൽക്കുന്നത് ടിപ്പു സുൽത്താനാണ്. ടിപ്പു സുൽത്താൻ പുതിയൊരു പദ്ധതി ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ടിപ്പു സുൽത്താൻ മന്ത്രിയെ വിളിച്ചു. മന്ത്രി എവിടെ? അപ്പോൾ ഇതാ ടിപ്പു സുൽത്താൻ എന്തൊക്കെയോ മന്ത്രിയോട് പറയുന്നു. മന്ത്രി വന്ന് നിയമപാലകരെ ആക്കണമെന്നും ഈ കാവുംപടി ഭരിക്കാൻ വേണ്ടി നിയമപാലകർ വരണമെന്നും ടിപ്പു സുൽത്താൻ്റെ അനുയായികളോട് മന്ത്രിയുടെ കാൽവഴക്കമില്ലാതെ ടിപ്പു സുൽത്താൻ പറയുന്നു. അന്നത്തെ കാലത്ത് BC 100-ാം നൂറ്റാണ്ടിലാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടിതാ നമ്മളുടെ ബ്രഹ്മരാജി ഇത് കാണുന്നുണ്ടായിരുന്നു. ഒളിച്ചിരുന്നതാ മന്ത്രവാദി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ആ മന്ത്രവാദി ആലോചിച്ചു, ഇനി ഇവർ വന്നാൽ നമ്മളെങ്ങനെ പിടിച്ചു നിൽക്കും? ഈ നിയമപാലകർ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് കുറേ ഇൻ്റലിജൻസ് മന്ത്രവാദി നോക്കി. അപ്പോഴാണ് ആ മന്ത്രവാദിക്ക് ടിപ്പു സുൽത്താൻ്റെ ആ മന്ത്രിപ്പാടം എടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ടിപ്പു സുൽത്താനെ ആ മന്ത്രിയെ കൊല്ലാമെന്നും അങ്ങനെ ആ നിയമപാലകരെ ഇവിടുന്ന് ഓടിക്കാമെന്നും വിചാരിച്ച ഈ മന്ത്രവാദി പിന്നെ ഒരു ദുഷ്മന്ത്രവാദിയായിരിക്കുന്നു. മന്ത്രവാദി തുടക്കം കുറിക്കുന്നു. അവിടെ ടിപ്പു സുൽത്താനും അനുയായികളും പുറകെ വരുന്നു. അങ്ങനെ ടിപ്പു സുൽത്താനികളും അനുയായികളും നടന്നു പോന്നു. ടിപ്പു സുൽത്താനുകളും ബേക്കിൽ മന്ത്രിയും വീഴുന്നു. അങ്ങനെ ടിപ്പു സുൽത്താനും അനുയായികളും നടന്നതാ ഒരു വഴിയായി ഉപ്പു സത്യാഗ്രഹം ചെയ്യാൻ വേണ്ടി നടന്ന് ഗാന്ധിജിനെ പോലെ ടിപ്പു സുൽത്താൻ നടന്ന് ഉയരുകയാണ്. ഇതെല്ലാം കേട്ട് നിൽക്കുക മന്ത്രവാദി. ഇനി മൂവി ലൈറ്റ് പ്രോ നാളെയായിരിക്കും പാർട്ട് 2 ഇറങ്ങുന്നത്. അവർ നടന്ന് കൊട്ടാരത്തിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കൊട്ടാരമാണിത്, ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരം.